തൃക്കാക്കരയിൽ എൻ രാധാകൃഷ്ണൻ ബി.ജെ.പി. സ്ഥാനാർത്ഥി. പാർട്ടി കേന്ദ്ര നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് രാധാകൃഷ്ണൻ. വിവരങ്ങളുമായി എം.എസ്. അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, വലത് ഇടതു മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു. ബി.ജെ.പി. എന്താണ് രാധാകൃഷ്ണനെ പരിഗണിക്കുമ്പോൾ മുഖ്യമായും ആലോചിച്ചത്? കിരൺ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമായിരിക്കുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. 4 പേരുടെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയാണ് ബി.ജെ.പി. നേരത്തെ തയ്യാറാക്കിയത്. അതിൽ തന്നെ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നതും ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ എൻ രാധാകൃഷ്ണൻ തന്നെയാണ്. നേരത്തെ തന്നെ ബി.ജെ.പി. പറഞ്ഞത് ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ തൃക്കാക്കരയിൽ അംഗത്തിനിറക്കും എന്നതാണ്. കാരണം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി പരിശോധിച്ചാൽ ബി.ജെ.പിയുടെ വോട്ടുകൾ 2016 അപേക്ഷിച്ച് 2021 മാറ്റം വന്നിരുന്നു. വലിയ വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ട വോട്ട് ഷെയർ തിരിച്ചുപിടിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് എൻ.ആറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാര്യമായ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത തൃക്കാക്കര മണ്ഡലത്തിന് ചിരപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയാണ് എൻ.ആർ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയെങ്കിൽ പോലും കാര്യമായൊരു താമസമില്ലാതെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ എൻ രാധാകൃഷ്ണന് കഴിയും എന്ന് തന്നെയാണ് ബി.ജെ.പി. വിശ്വസിക്കുന്നത്. ബി.ജെ.പിക്ക് ശക്തമായ വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലവുമാണ് തൃക്കാക്കരയെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്തായാലും 3 മുന്നണികളും ഇതിനകം ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ തൃക്കാക്കര ഉറ്റുനോക്കുന്ന മറ്റൊരു വിഭാഗം ആം ആദ്മി 2020 സ്ഥാനാർത്ഥിയാണ്. ഇത് സംബന്ധിച്ചൊരു 2 മണിക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു സന്ദേശം ലഭിക്കും എന്നാണ് ആം ആദ്മി അറിയിച്ചിരിക്കുന്നത്. ആ ഒരു സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഏത് തരത്തിലാവും പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നതായിരിക്കും പറയുക എന്നാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും 2 മണി വരെ കാത്തിരിക്കേണ്ടി വരും ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയുന്നതിന്. ഇത്തരത്തിൽ ആം ആദ്മിക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ പിന്നീട് 2020 സ്ഥാനാർത്ഥി ഇറക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളും അണിയറയിൽ ചർച്ചകൾ നടക്കുന്നു. എന്തായാലും ആ ഒരു 4ാമത്തെ മുന്നണിയും കൂടി എത്തിയാൽ മാത്രമേ തൃക്കാക്കരയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തിയാവൂ. കാരണം വളരെ കാര്യമായി തന്നെ വോട്ടുകൾ പിടിച്ച ഒരു പാർട്ടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020. എന്തായാലും 2 മണിയോടുകൂടി അക്കാര്യത്തിലും ഒരു തീരുമാനം ആവും. കിരൺ, എന്തായാലും തൃക്കാക്കരയിൽ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം കൂടി വരുന്നതോടെ ഇന്നത്തോടുകൂടി തന്നെ തൃക്കാക്കരയിലെ ചിത്രം വ്യക്തമാകും. മറ്റു വാർത്തയിലേക്ക്. ഉറച്ച വിജയപ്രതീക്ഷയെന്ന തൃക്കാക്കരയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ. സഭയുടെ പിന്തുണയും പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ കൂടി വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ് ഫലമെന്നും എൻ രാധാകൃഷ്ണൻ ന്യൂസ് 18 പറഞ്ഞു. പ്രതീക്ഷകൾ തെറ്റിയില്ല. എൻ രാധാകൃഷ്ണൻ തന്നെയാണ് ഇത്തവണ തൃക്കാക്കരയിൽ NDAക്ക് വേണ്ടി മത്സരരംഗത്തിറങ്ങുക. എൻ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എത്രത്തോളമാണ് NDAയുടെ ഒരു പ്രതീക്ഷ? നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ അനുകൂലമായ സാഹചര്യമാണ്. കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ സംഘടനാപരമായ എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രധാന നേതാക്കന്മാരുടെ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യവും അവരുടെ ഇടപെടലുകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ്. നല്ല അനുകൂലമായ സാഹചര്യം. 2 സ്ഥാനാർത്ഥികൾ LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഏകദേശം ഒരു 4-5 ദിവസത്തോളമായി പ്രചാരണ രംഗത്ത് സജീവമാണ്. NDA സ്ഥാനാർത്ഥി താങ്കൾ ഇപ്പോഴാണ് സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ചു വരുന്നത്. ഈ പ്രചാരണ രംഗത്തേക്ക് വൈകിയത് ഈ മത്സരത്തെ കാര്യമായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ വളരെ സജീവമായിട്ട് ഞങ്ങളുടെ ആളുകൾ രംഗത്തുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവവായു എറണാകുളമാണ്. ഞാനിവിടുത്തെ എല്ലാ മരണവും കല്യാണവും ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അതിനെനിക്കൊരു പുതിയ കുപ്പായത്തിൻ്റെ ആവശ്യമില്ല. അതെന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. താങ്കളുടെ ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് അപ്പുറത്തേക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് NDAക്ക് തൃക്കാക്കരയിൽ പോസിറ്റീവായിട്ട് കാണുന്നത്? തൃക്കാക്കരയിൽ ഏറ്റവും പോസിറ്റീവായി കാണുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ 7 വർഷത്തെ ജനക്ഷേമകരമായ എല്ലാ പദ്ധതികളുടെയും ഗുണഭോക്താക്കൾ തൃക്കാക്കര അസംബ്ലി മണ്ഡലത്തിലുള്ള ആളുകളാണ്. കാരണം ആദ്യമായിട്ടൊരു 100 സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിക്കും. അന്ന് കൊച്ചിയായിരുന്നു. അതിൽ 22 ഡിവിഷൻ ഈ തൃക്കാക്കര അസംബ്ലി മണ്ഡലത്തിലാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സമ്പൂർണ്ണ ഗുണഭോക്താക്കൾ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഇല്ല. സമ്പൂർണ്ണ ഗുണഭോക്താക്കളുടെ ഒരു നിയോജക മണ്ഡലമാണ് മുനിസിപ്പാലിറ്റിയും ഡിവിഷനും ഉള്ളതുകൊണ്ട് തന്നെ തൃക്കാക്കര. പാവപ്പെട്ടവർക്ക് കുടിവെള്ള പദ്ധതി, അത് ലഭിച്ചിട്ടുള്ള സ്ഥലം, സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിച്ചിട്ടുള്ള സ്ഥലം, ആയുഷ്മാൻ ഭാരതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നമ്മുടെ സൺറൈസ് ആശുപത്രി. അത് നിലനിൽക്കുന്നത് ഈ കാക്കനാട് തൃക്കാക്കര മണ്ഡലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ ജനക്ഷേമകരമായ പദ്ധതികൾ, ആ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ ആളുകളുള്ള പ്രദേശമാണ്. അവർ വളരെ അഭ്യസ്തവിദ്യരായ ആളുകളാണ്. അവർ മോഡിയുമായിട്ട് ഓൺലൈനിലും മറ്റു തരത്തിലൊക്കെ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളാണ്. അതാണ് ഏറ്റവും അനുകൂലമായ ഘടകം. ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില 100 കടന്നിരിക്കുകയാണ്. ഇപ്പം
ഗ്യാസിൻ്റെ വില 1000 കടന്നിരിക്കുകയാണ്. സ്വാഭാവികമായും ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഗൗരവമായി പരിഗണിക്കില്ല. അത് ചർച്ചയ്ക്കെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രതി പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. ബഹുമാനിയായ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അതിനെ എതിർത്ത ധനകാര്യമന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട ബാലഗോപാലാണ്. അദ്ദേഹമാണ് GST പിന്നിൽ നിന്ന് കുത്തിയത്. അപ്പോൾ GSTയിൽ വന്നില്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അത് ജനങ്ങൾ ബോധ്യപ്പെടും. വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ, അവർക്കിത് മനസ്സിലാകും. പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇരട്ടത്താപ്പ് നയവും രാവിലെയും വൈകുന്നേരം പറയുന്നതിൻ്റെ തെറ്റായ നടപടികളൊക്കെ അവർക്ക് മനസ്സിലാകും. അവർ ചർച്ച ചെയ്യും. ഈ LDF സ്ഥാനാർത്ഥി ജോ ജോസഫ് സഭയുടെ ഒരു നോമിനി എന്ന നിലയിലാണ് വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നത്. അപ്പോൾ BJPക്ക് അത് സംബന്ധിച്ച് വല്ല ആശങ്കയുണ്ട് അത്തരത്തിൽ പ്രചരണങ്ങൾ വരുന്നത്? അല്ല, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതൊക്കെ വ്യക്തിപരമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്ഷേപം. ഞാനൊരു ജെന്റിൽമാൻഷിപ്പിലാണ് കാണുന്നത്. അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തെങ്കിലും രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ നേതാക്കൾ പറയും. സഭയുടെ ഉൾപ്പെടെ പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും സഭ ആളുകളെ സംബന്ധിച്ച് ഒരു വലിയ ആശങ്കയിലാണ്. കാരണം നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പാലാ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനം. ആ പാലാ ആർച്ച് ബിഷപ്പിനെതിരായി കേസെടുത്തിട്ടുള്ള ആളുകളാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. അവർക്ക് വലിയ ഭയപ്പാടും ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം തലശ്ശേരി ബിഷപ്പ് ഔപചാരികമായി ചുമതലയേറ്റെടുക്കുന്ന ഏറ്റവും സന്തോഷപ്രദമായ ചടങ്ങിൽ അദ്ദേഹം ആശങ്കപ്പെടുത്തിയത് കേരളത്തിലെ സാമൂഹിക സന്തുലിതാവസ്ഥയെക്കുറിച്ചാണ്. താമരശ്ശേരി ബിഷപ്പിൻ്റെ ആശങ്ക ഏതായിരുന്നു? അതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഇനി എപ്പോഴാണ് നോമിനേഷൻ സമർപ്പിക്കുക? മറ്റ് പ്രചാരണം അതൊക്കെ പാർട്ടി നേതാക്കന്മാരുമായി, ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് നിശ്ചയിക്കും. എല്ലാവിധ ആശംസകളും. സന്തോഷം. ഓക്കെ. വലിയ പ്രതീക്ഷ തന്നെയാണ് രാധാകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. കാരണം BJPക്ക് കഴിഞ്ഞ തവണ 15,000-ലധികം വോട്ടുകൾ കിട്ടിയ ഒരു മണ്ഡലമാണ്. ഇത്തവണ അതിൽ കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു വിജയത്തിലേക്ക് കടക്കുമെന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് രാധാകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. തൃക്കാക്കരയിൽ ലവ് ജിഹാദ് ചർച്ചയാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ക്രിസ്ത്യൻ സമൂഹം ഏറെ ആശങ്കയിലാണ്. സഭയുടെ വോട്ട് BJPക്ക് ലഭിക്കും. ഇരുമുന്നണികളും ഭീകരവാദികൾക്കൊപ്പമാണ്. സിൽവർ ലൈനെതിരെയുള്ള വോട്ടുകളും BJPക്ക് ലഭിക്കും. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാത്തത് മോദി ഭരിക്കുന്നതിനാലാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതിശക്തമായിട്ടുള്ള മത്സരം തന്നെയായിരിക്കും തൃക്കാക്കരയിൽ നടക്കുന്നത്. വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രചരണം ഇരു മുന്നണികൾക്കുമെതിരായി ശക്തമായിട്ട് നടത്താൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. വോട്ടർമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി ശ്രീ AN രാധാകൃഷ്ണൻ. ഭീകരവാദ ശക്തികളെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രീണിപ്പിക്കുന്ന CPMന്റെയും കോൺഗ്രസിന്റെയും നിലപാട് തീർച്ചയായിട്ടും തൃക്കാക്കരയിലെ വോട്ടർമാർക്കിടയിൽ ചലനമുണ്ടാക്കും. പ്രചരണ തിരക്കിലാണ് LDF UDF സ്ഥാനാർത്ഥികൾ. ഞായറാഴ്ചയായതിനാൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു UDF സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ പ്രചരണം. തൃക്കാക്കരയിലേത് രാഷ്ട്രീയ പോരാട്ടമാണെന്നും സഭയെ വലിച്ചിഴക്കേണ്ടതില്ലെന്നും ഉമാ തോമസ് പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഇതിൽ സഭേനെ ഒന്നും വലിച്ചിഴക്കേണ്ട ഒരു കാര്യമില്ല. കടവന്ത്ര, വൈറ്റില തുടങ്ങിയ പ്രദേശങ്ങളിൽ വീടുകൾ കയറിയാണ് LDF സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ പ്രചരണം. വിജയം സുനിശ്ചിതമാണെന്നും സിക്സർ അടിച്ച് 100 കടക്കുമെന്നും ജോ ജോസഫ് പറഞ്ഞു. എങ്ങനെയാണ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള ആത്മവിശ്വാസം? വളരെ സന്തോഷത്തോടെ എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. അണികള്, പ്രവർത്തകര് എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ്. എങ്ങനെയാണ് എന്താണ് താങ്കൾക്കുള്ള മേൽക്കൈ? എന്താണ് മേൽക്കൈ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ. ഒന്ന്, പോസിറ്റീവ് പൊളിറ്റിക്സ്, വളരെ പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്സ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോഴത്തേക്ക് പിണറായി സർക്കാർ നടപ്പാക്കിയ വികസന അജണ്ട. 3, ഒരു യുവത്വം എന്ന നിലയിൽ എനിക്ക് മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം മുമ്പ് വെച്ചുകൊണ്ടായിരിക്കും ഈ പ്രതിസന്ധി നേരിടുന്നത്. എന്തായാലും സെഞ്ചുറി, രണ്ടാം പിണറായി സർക്കാർ സെഞ്ചുറി ഒരു റൺ എടുത്തായിരിക്കില്ല. ഈ ടർഫിൽ കണ്ടതുപോലെ 6 അടിച്ച് തന്നെയായിരിക്കും. സിജോ വി ജോണാണ് വിവരങ്ങളുമായി ചേരുന്നത്. സിജോ, ഏതു തരത്തിലാണ് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പ്രചരണം നടക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? കിരൺ, UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതിന് മുന്നോടിയായി പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഉമാ തോമസിന്റെ പ്രചരണം. ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ആളുകൾ, വോട്ടർമാർ കൂട്ടത്തോടെ എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ആരാധനാലയങ്ങളാണ്, പള്ളികളാണ്. അതുകൊണ്ട് അവിടെ എത്തി രാവിലെ തന്നെ വോട്ട് അഭ്യർത്ഥിച്ച് കടവന്ത്ര, പാലാരിവട്ടം, തമ്മനം തുടങ്ങിയ സ്ഥലങ്ങളിലെ പള്ളികളിലെത്തി കരുണാലയം അവിടെ എത്തി. കരുണാലയം വൃദ്ധസദനമാണ്. ഇന്ന് മാതൃദിനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എത്തി അമ്മമാരെ നേരിൽ കണ്ടു. അതിനുശേഷം ഉച്ചകഴിഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പ് പരിപാടികൾ ഉണ്ട്. അങ്ങനെയാണ് UDF സ്ഥാനാർത്ഥിയുടെ. LDF സ്ഥാനാർത്ഥി ജോ ജോസഫ് രാവിലെ തൃശ്ശൂരായിരുന്നു. അദ്ദേഹം ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം ഒരു 10 മണിയോടുകൂടി എത്തിയാണ്
ഇവിടെ വൈറ്റിലയിൽ ഉൾപ്പെടെ ആളുകളെ കണ്ട വോട്ട് അഭ്യർത്ഥിക്കുന്ന നടപടിയിലേക്ക് കടന്നത്. എന്തായാലും BJP സ്ഥാനാർത്ഥി കൂടി NDA സ്ഥാനാർത്ഥി കൂടി വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം സജീവമാവുകയാണ്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രചരണം സ്ഥാനാർത്ഥികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, സിജോ വി ജോയാണ് വിവരങ്ങൾ നൽകിയത്. ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. ആശുപത്രിയിൽ വെച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിൽ മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട്, അതാണ് വിമർശിച്ചത്. ജോ ജോസഫ് സഭാ സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസിന് അഭിപ്രായമില്ലെന്നും സുധാകരൻ പറഞ്ഞു. സഭയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് സതീശൻ എവിടെയും പറഞ്ഞിട്ടില്ല. സതീശൻ പറഞ്ഞത് സഭയെ അവർ ദുരുപയോഗം ചെയ്തു എന്നാണ്. ഒരു അച്ഛൻ്റെ ഫോട്ടോ വെച്ച് അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ ഒരു എംബ്ലം പുറകിൽ വെച്ചുകൊണ്ട് ഒരു ആശുപത്രിയിൽ ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷ പാർട്ടി ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് സംതിങ് റോങ് സംവെയർ എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. സഭയോട് എങ്ങനെ പെരുമാറണമെന്ന് CPM കോൺഗ്രസിനെ പഠിപ്പിക്കേണ്ടതില്ലെന്ന് K മുരളീധരൻ. സഭ ഇത്തവണയും കോൺഗ്രസിനെ സഹായിക്കും. തൃക്കാക്കരയിൽ 20,000 വോട്ടിന് ഉമാ തോമസ് ജയിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ഞങ്ങളാരും സഭയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സഭയും ഞങ്ങളുമായിട്ട് എല്ലാ കാലത്തും നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോയതാണ്. അതുകൊണ്ട് സഭയ്ക്ക് ഞങ്ങളോട് വിരോധം തോന്നേണ്ട ഒരു സാഹചര്യവും ഇല്ല. സഭ രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടാറുമില്ല. പക്ഷേ സഭയിലെ അംഗങ്ങൾ ഭൂരിപക്ഷവും കോൺഗ്രസിനെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ളവരാണ്. അത് ഭാവിയിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. BJP അക്കാര്യത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവരോടൊപ്പമാണ് ക്രൈസ്തവ സഭ. രണ്ട് മുന്നണികളോടും വിരോധമുണ്ടെന്നൊക്കെയുള്ള പ്രചരണം. അല്ല, അവരിപ്പോ സ്ഥാനാർത്ഥി ഇല്ലല്ലോ. ഈ തൃക്കാക്കര ഇലക്ഷനിൽ ഇപ്പൊ അവർക്ക് സ്പേസ് ഇല്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും നോമിനേഷന്റെ തലേന്നൊരു സ്ഥാനാർത്ഥിനെ വെച്ചിട്ട് തള്ളുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, എന്നിട്ട് ഇടതുപക്ഷം തന്നെ സഹായിക്കുക. അതാണ് തലശ്ശേരിയിലും ഗുരുവായൂരൊക്കെ കണ്ടത്. അതിന്റെ ആവർത്തനം ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. മുരളീധരന്റെ പ്രതികരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ഉണ്ടായതായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. VD സതീശൻ വൺമാൻ ഷോ നടത്തുന്നു എന്ന ആരോപണം വാസ്തവവിരുദ്ധമെന്ന് K മുരളീധരൻ. KV തോമസിന് പാർട്ടി സമയം നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണെന്നും K മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം ജില്ലയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം വർദ്ധിക്കും. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൽ വൺമാൻ ഷോന്റെ പ്രശ്നമില്ല. എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നത്. അത് അദ്ദേഹം പ്രഖ്യാപിച്ചോട്ടെ. അതിപ്പോ അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ പ്രതികരിക്കാനും പോകുന്നില്ല. അദ്ദേഹത്തിന് ഒരവസരം പാർട്ടി കൊടുത്തിട്ടുണ്ട്. അത് വേണോ വേണ്ടത് അദ്ദേഹം തീരുമാനിക്കണം. DCC ജനറൽ സെക്രട്ടറി MB മുരളീധരൻ ഇടതു സ്ഥാനാർത്ഥിക്കായി പ്രചരണം നടത്താൻ ഇറങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി ആലോചിച്ച് നടപടി സ്വീകരിക്കും. മുരളീധരനോട് സംസാരിക്കുമെന്നും ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു. മുരളീധരൻ NSന്റെ പ്രസിഡന്റ് കൂടെ അവിടുത്തെ. അപ്പം അങ്ങനെ സ്ഥാനാർത്ഥി എല്ലാം കാണാൻ പോകാൻ സാധ്യതയുള്ളൂ. അല്ലാതെ എനിക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മുരളീധരൻ അത്ര സ്ട്രോങ്, മാത്രമേ PTയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഇവിടെ കുടുംബ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ പിന്നെ അന്വേഷിച്ച് പറയാം. അങ്ങനെ പോകാൻ സാധ്യത വളരെ കുറവാണ്. ഞായറാഴ്ച പ്രചരണ തിരക്കിനിടയിലും ക്രീസിലെത്തി തൃക്കാക്കരയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ്. തൃശൂർ വിയ്യൂരിൽ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച സൗഹൃദ ക്രിക്കറ്റ് മത്സരത്തിലാണ് ബൗളറായി ജോ ജോസഫ് ഇറങ്ങിയത്. രാവിലെ 6:30 തന്നെ ഡോക്ടർ ജോ ജോസഫ് വിയ്യൂരിലെ ടർഫിലെത്തി. ജേഴ്സി അണിഞ്ഞ് ടീമിനൊപ്പം. തിരക്കിനിടയിലും ജോ ജോസഫ് എത്തിയതോടെ സഹതാരങ്ങൾക്കും സന്തോഷം. കളി തുടങ്ങും മുൻപേ ഒരു ഓവർ പന്തെറിഞ്ഞ് സ്ഥാനാർത്ഥി ഒപ്പമുള്ളവരെ ആവേശത്തിലാക്കി. എല്ലാ വിഭാഗം ജനങ്ങളും ഒപ്പമുണ്ടെന്നും താൻ മുന്നോട്ട് വെക്കുന്ന പോസിറ്റീവ് രാഷ്ട്രീയം ജനങ്ങൾ സ്വീകരിക്കുമെന്നും ജോ ജോസഫ് പറഞ്ഞു. വിവാദങ്ങളോട് ഒഴിഞ്ഞുമാറിയായിരുന്നു പ്രതികരണം. ഒരു വശത്ത് വിവാദങ്ങൾ നടക്കട്ടെ, ഒരു വശത്ത് പോസിറ്റീവ് കാര്യങ്ങൾ നടക്കട്ടെ. പോസിറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് രാഷ്ട്രീയം, പോസിറ്റീവ് വികസന പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള നാടിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, നാടിൻ്റെ യുവത്വത്തിന്, നാടിൻ്റെ എല്ലാ സർവതല സ്പർശിയായിട്ടുള്ള വികസനത്തിന് പോസിറ്റീവായിട്ടുള്ള ഞാൻ ഇന്ന് ചെയ്തതുപോലെ അനേകർക്ക് പ്രചോദനമാകുന്ന പോസിറ്റീവ് കാര്യങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. 3/4 മണിക്കൂറോളം ടർഫിൽ ചെലവഴിച്ചാണ് ജോ ജോസഫ് തൃക്കാക്കരയിലേക്ക് മടങ്ങിയത്. ന്യൂസ് 18 തൃശൂർ. റോഡ് നന്നാക്കിയില്ലെങ്കിൽ വോട്ട് ചെയ്യില്ലെന്ന ഭീഷണിയുമായി തൃക്കാക്കരയിലെ ഒരു വിഭാഗം വോട്ടർമാർ. റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് 2 വർഷമായി ആവശ്യപ്പെട്ടിട്ടും പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി. തൃക്കാക്കര മണ്ഡലത്തിലെ ഇടപ്പള്ളിയിലെ കണ്ണംതോടത്ത് റോഡ് റെസിഡൻസ് അസോസിയേഷനാണ് റോഡ് പണിതില്ലെങ്കിൽ വോട്ട് തരില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന 38-ാം വാർഡിൽ
കഴിഞ്ഞ 2 വർഷമായി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്നാണ് ആരോപണം. ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ ഫുൾ കുണ്ടും കുഴിയാണ്. ഇവിടെ ഇതിൽ കൂടെ നടന്നു പോകുന്നവർ ശരിക്കും വണ്ടിയും കൊണ്ട് വന്നാൽ കാൽ സ്ലിപ്പ് ചെയ്ത് ഇവിടെ നടക്കും. ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ താഴ്പോട്ട് വരും. അതല്ല, ഫുൾ കുഴിയാണ്. ആ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ എത്ര പേരാ രാത്രിയിൽ വീഴുന്നതെന്നറിയോ? 2-3 കൊല്ലമായിട്ട് ഇത് പറഞ്ഞേക്കണേയാണ് ഈ റോഡ് ശരിയാക്കണമെന്ന്. അപ്പോൾ ഒന്നും ആയിട്ടില്ല. ഞങ്ങളുടെ ഈ 38-ാം വാർഡിൽ തന്നെ ബാക്കിയുള്ള റോഡുകളൊക്കെ കുറേ വളരെ നന്നാക്കിയേക്കണം. നമ്മളെ ടോട്ടലി നെഗ്ലക്ട് ചെയ്ത പോലെയാണ് ഇതിൽ. വേണം ചേട്ടായിരിക്കില്ല, പക്ഷേ വോട്ടർ വെയിറ്റേഴ്സ്. അപ്പോൾ ഈ മൺഡേ കൗൺസിലോട് ചോദിച്ചപ്പോൾ കൗൺസിൽ പറഞ്ഞത് മൺഡേ പണി തുടങ്ങുന്നതാണ്. മൺഡേ പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അസോസിയേഷനിൽ ആരും വോട്ട് ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അവസാന ശ്രമമെന്ന രീതിയിലാണ് വോട്ട് ബഹിഷ്കരണമെന്ന ഭീഷണി ഉയർത്തിയത്. തിങ്കളാഴ്ച അവർ ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ബോയ്ക്കോട്ടുമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു പൊളിറ്റിക്സും ഇല്ല, പൊളിറ്റിക്കൽ അജണ്ടയും ഇല്ല. ഞങ്ങളുടെ ഗ്രീവൻസ് ഇവർ സോൾവ് ചെയ്ത് തരണം. 3 വർഷത്തോളമായി ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു. അതിൽ ഒരു ആക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ബഹിഷ്കരണ ഭീഷണിക്ക് പിന്നാലെ കൗൺസിലറുടെ നിർദ്ദേശമനുസരിച്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എന്നാൽ റോഡ് അളന്നതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊച്ചി. മറ്റൊരു കൗതുക വാർത്തയിലേക്ക് കൂടിയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട. തൃക്കാക്കരയിൽ ഇനി പുതിയ സിനിമാ ഗാനങ്ങളുടെ ഈണത്തിനൊപ്പമാകും പ്രചരണം നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പാരഡി ഗാനങ്ങൾ ഒരുക്കി ഇടതു വലത് മുന്നണികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഒരുക്കുന്നത് ഒരാൾ തന്നെയാണ് എന്ന കൗതുകം കൂടി ഇതിന് പിന്നിലുണ്ട്. മൈക്കിളപ്പന്റെ ചാമ്പിക്കോ എന്ന ഹിറ്റ് കടമെടുത്താണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോ ജോസഫ് വോട്ട് തേടുക. PT തോമസിന്റെ ഓർമ്മകളും ഉമാ തോമസിനെയും ചേർത്ത് വെച്ചാണ് അടുത്ത ഗാനം. ജീവനാം നല്ല പാടി ചിഹ്നം കൈപ്പറ്റി തൃക്കാക്കരയെന്നും പൊന്നാപുരം കോട്ടതാൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനരംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അബ്ദുൾ ഖാദർ കാക്കനാടാണ് ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ പാട്ടൊരുക്കുന്നത്. കേരയിൽ ഉൾപ്പെടെയുള്ള സമകാലിക വിഷയങ്ങൾ പാട്ടിൽ നിറയുന്നു. ഒരു വർഷമായതുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഈ കേരയിൽ ഇഷ്യൂ. അപ്പോൾ അതിൽ UDF പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റവരെ കുറ്റപ്പെടുത്തി എഴുതണമെന്ന്, LDF പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളിനെ പൊക്കി എഴുതണമെന്ന്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ വളരെ കൃത്യമായിട്ട് വിമർശിക്കണമെന്ന് ഒരു കൂട്ടരും, മറ്റു കൂട്ടർ അല്ല തിരിച്ചു വേണമെന്നും. അപ്പോൾ നമ്മളതിനെ എൻജോയ് ചെയ്തുകൊണ്ട് രസകരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾ പോലെ തന്നെ പ്രാധാന്യം ഈണങ്ങൾ കടമെടുത്തുള്ള തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾക്കും കൈവന്നിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. എന്തായാലും തൃക്കാക്കരയിൽ പാരടിപ്പാട്ടുകൾ തകർക്കട്ടെ. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക്. പ്രതിപക്ഷം നടത്തിയ ശ്രമം അത് നമ്മുടെ നാട് തിരിച്ചറിഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. വൈദികർക്കിടയിൽ പോലും തർക്കങ്ങൾ ഉണ്ടാക്കാനും അതിനെപ്പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കാനും കഴിയുമോ എന്ന ശ്രമം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഭാ നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം, ഇതെല്ലാം നാട് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്
UDF-നകത്ത് മറ്റൊരു വിഭാഗം ഇതിങ്ങനെയല്ല എന്ന നിലപാടെടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ അത് സംബന്ധിച്ച് ഒരു നിലപാടും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് നല്ല സ്വീകാര്യത കിട്ടി. അതിൻ്റെ ഒരു വെപ്രാളത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കൺവീനർ EP ആയാലും ഞാനായാലും മറ്റ് നേതാക്കന്മാരായാലും കൃത്യമായി വിസ്തീരിച്ചിട്ടുണ്ട്. വികസന രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൃത്യമായ രാഷ്ട്രീയ നിലപാട്, ഇതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. മതത്തെയും വിശ്വാസത്തെയും ഇതിനകത്തേക്ക് വലിച്ചഴയ്ക്കാനും അതിൻ്റെ പേരിൽ ചില വിഭാഗങ്ങളെ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും നടത്തിയ ശ്രമം അത് അവസാനിപ്പിക്കാൻ UDF തയ്യാറാകണം. ഇവ സംബന്ധിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ, ഈ ആശുപത്രിയിൽ ഇനി ഡോക്ടർമാർ സഞ്ചരിക്കുമ്പോൾ അവരുടെ കാറിൽ ഒരു ചിഹ്നമുണ്ട്, അത് കാണുമ്പോൾ പോലും ഇനി വെപ്രാളം പിടിക്കാൻ പാടില്ല. അത്തരം ചിഹ്നങ്ങൾ കാണുമ്പോൾ പോലും ഇങ്ങനെയുള്ള അത്തരം സമീപനങ്ങൾ അവസാനിപ്പിക്കണം. ഞാൻ അദ്ദേഹം നടത്തിയത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നോക്കി, അപ്പോൾ അതിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിന്നെ നിങ്ങളുടെ ചാനലുകളിൽ നോക്കി, ബാക്ക്ഡ്രോപ്പിൽ എന്താ വേറെ ഈ ആശുപത്രിയുടെ ചിഹ്നമല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? അതും ഈ റെഡ് ക്രോസ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട്, നമ്മൾ അത് ആശുപത്രികളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ എല്ലാം തന്നെ കാറുകളിൽ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് അവർക്ക് പെട്ടെന്ന് എത്താനുള്ള സംവിധാനം. അത് കാണുമ്പോൾ പോലും ഇങ്ങനെ കാലിളകി കളയരുത്. അത് രാഷ്ട്രീയം പറയൂ, വികസന കാര്യങ്ങൾ പറയൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനകത്ത് താൻ പറയുന്നതാണ് അവസാന വാക്ക് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും KV തോമസും ഡൊമിനിക് പ്രസന്റേഷനും ബെന്നി ബെഹനാനുമെല്ലാം അപ്രസക്തരാണ്. താൻ പറയുന്നതാണ് അവസാന വാക്ക് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ശ്രമം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ വല്ലാതെ വെട്ടിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റെല്ലാ നേതാക്കന്മാർക്കും ഇപ്പോൾ ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. അത് അദ്ദേഹം തന്നെയും പ്രതിപക്ഷവും തിരിച്ചറിയുന്നത് നന്നായിരിക്കും. അത് ഞാൻ നേരത്തെ വിസ്തീരിച്ചതല്ലേ, അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ്, കല്യാണ വീട്ടിൽ കണ്ടു. ഇദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം വ്യക്തമല്ലേ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രീ മുരളീധരൻ പറഞ്ഞല്ലോ സഹതാപം വേണ്ട എന്ന് വെച്ചാൽ അവർ ആ നിലപാട് കൃത്യമാണ്, അതിൻ്റെ പേരിൽ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇവിടെ സ്ഥാനാർത്ഥി ഈ നേരത്തെ നിങ്ങൾ പരാമർശിച്ച വ്യക്തി തന്നെ ഇവരാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പരാമർശിച്ച വ്യക്തി തന്നെ ഇവരാണ് സ്ഥാനാർത്ഥി എന്ന് UDF-ന് വേണ്ടിയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതെല്ലാം വിഷയങ്ങളിൽ നിന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങൾ അവർ പറഞ്ഞു കേരളയിൽ ഞങ്ങൾ കേരളയിൽ ചർച്ച ചെയ്യാം, ഞങ്ങൾ റെഡി. വികസനം ചർച്ച ചെയ്യാം, ഞങ്ങൾ റെഡി. രാഷ്ട്രീയം ചർച്ച ചെയ്യാം. അപ്പോൾ അതിന് പകരം വിശ്വാസത്തെ ഇങ്ങനെ വലിച്ചെടുക്കാനുള്ള ശ്രമം അത് ഈ നാട് തിരിച്ചറിയും. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ തൃക്കാക്കര പോലെ വളരെ വിദ്യാസമ്പന്നരായ ഒരു സമൂഹം അംഗീകരിക്കില്ല. അവിടുത്തെ ജനങ്ങൾ ഈ ഡോക്ടറെ സ്ഥാനാർത്ഥിയെ നെഞ്ചോട് ഏറ്റിക്കഴിഞ്ഞു. നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പ്രധാന ആരോപണം PC ജോർജിന്റെ ബന്ധുവാണ് ഈ സ്ഥാനാർത്ഥി. ഒപ്പം PC ജോർജ് BJP-യുമായി ചേർന്ന് നിൽക്കുന്നത്. ഈ ഒരു പാലമിട്ട് വോട്ട് വാങ്ങാനാണ് എന്നുള്ള സൂചനയാണ്, ആരോപണമാണ് അദ്ദേഹമല്ലേ പാലിട്ടത്. ഞാൻ നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറഞ്ഞു. മെട്രോയ്ക്ക് അനുമതി നൽകാത്ത BJP-ക്കെതിരെ അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയില്ല. കാക്കനാട്ടേക്ക് നീട്ടുന്നതിനെതിരെ, എന്നാൽ സഭയ്ക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ റെഡ് ക്രോസിൻ്റെ ചിഹ്നം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ BJP-യുമായിട്ട് ആരാണ് ധാരണയുണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ ശക്തമായി നടപ്പിലാക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായൊരു നിലപാടുണ്ട്. ആ നിലപാട് വളരെ കൃത്യമാണ്. രാഷ്ട്രീയം പറയാനില്ലാതെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കിടന്ന് ഉരുണ്ട് വല്ലാതെ ചെളി പുരണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉള്ള ആളല്ല പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ല, ഞങ്ങൾ കേരളത്തിലിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ രാഷ്ട്രീയ സ്ഥിതികൾ എന്താണെന്ന്. BJP-ക്കെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. കേരളത്തിൽ UDF-ഉം BJP-യും പല കാരണങ്ങൾ ധാരണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കേരളയിൽ സമരത്തിൽ അവർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. വികസന കാര്യങ്ങളിൽ അട്ടിമറിക്കാൻ അവർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. കേരള വിരുദ്ധ വികാരം ഉയർത്തിവിടുന്നതിൽ BJP-യും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വം, അവരുടെ നിലപാടുകൾ അതെല്ലാം തുറന്നു കാണിക്കുക. ഞങ്ങളുടെ രാഷ്ട്രീയമാണ് പറയുന്നത്, ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. അതിന് നല്ല സ്വീകാര്യത ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാധാകൃഷ്ണന്റെ പേര് പ്രഖ്യാപിച്ചത് തൊട്ടുപിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത് തൃക്കാക്കര മണ്ഡലത്തിൽ ലവ് ജിഹാദ്
നാർക്കോട്ടിക് ജിഹാദ് വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെടും. സഭയുടെ പിന്തുണ BJPക്ക് ഉണ്ടാകുമെന്നൊക്കെയാണ് BJP പറയുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ നിലപാട്, മതന്യൂനപക്ഷ സംരക്ഷണം, അതിലെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടിയും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം നാടിനാകെ അറിയാവുന്നതാണല്ലോ. നേരത്തെ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ പ്രഖ്യാപനവും നടത്തിയതാണല്ലോ. അത്തരം കാര്യങ്ങൾ BJPയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അവരുടെ രാഷ്ട്രീയവും പ്രതീക്ഷകളൊക്കെ അവർ പറയട്ടെ. കേരളയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളയിലെ കല്ലിടൽ എവിടെയും നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ്? അല്ല, കേരളയിൽ ചർച്ച ഞങ്ങൾ പറഞ്ഞത് കേരളയിൽ തൃക്കാക്കര നാടിന് എങ്ങനെ വികസനം ഉണ്ടാക്കുന്നു, തൃക്കാക്കരയെ മാറ്റും. ഞാൻ പറഞ്ഞില്ലേ, തൃക്കാക്കര വല്ലാതെ മാറാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ഹൃദയമായി തൃക്കാക്കര മാറും. അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി അതിനൊപ്പം ഉണ്ടാകണം. അതാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാ വശങ്ങളും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, കൃത്യമായി ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ കല്ലിട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു വാർത്തകൾക്ക് വേണ്ടി കല്ലിട്ട് സംഘർഷം, അതല്ല ഞങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കേരളയിൽ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. തത്വത്തിൽ കേന്ദ്രത്തിന് അനുമതി ലഭിച്ചു. മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അസാധ്യമാണ് എന്ന് കരുതിയിരുന്ന പലതും സാധ്യമാക്കിയ ഒരു മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമാണ് കേരളം ഭരിക്കുന്നത്. നാടിന് വേണ്ടി അത്തരം പദ്ധതികളെല്ലാം ജനങ്ങളുടെ അഭിപ്രായം, ഇത്തരം സാമൂഹ്യാഘാത പഠനം, അതിൻ്റെ തുടർച്ചയിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതൊരു ക്രൈസ്തവ തീവ്രപക്ഷ സ്വഭാവമുള്ളവരുടെ ഭാഷ പോലിരിക്കുന്ന ആരോപണം നിലപാടുകളെ അനുകൂലിക്കുന്നു. ശരിക്കൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ ലേഖനം. അത് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ അതൊന്നും എടുത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. അത് വായിച്ചാൽ കൃത്യമായിട്ട് രാഷ്ട്രീയം മനസ്സിലാവും. അല്ല, അത് വായിച്ചു നോക്കൂ, എന്നിട്ട് നോക്കൂ. അല്ല, അവർ ചർച്ച ചെയ്യാൻ എനിക്ക് പറയാൻ പറ്റും BJP എന്താ ഉന്നയിക്കുന്നതെന്നുള്ളൂ. ഞങ്ങൾ എന്താണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മന്ത്രി P. രാജീവ് UDFിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു. ഒപ്പം തന്നെ BJP ഉയർത്തിയ ആരോപണങ്ങൾക്കും. മറ്റൊരു വാർത്തയിലേക്ക്. നൂറിനാട്ടെ CPI കോൺഗ്രസ് സംഘർഷത്തിൽ കൂടുതൽ അറസ്റ്റ്. മാവേലിക്കര ജില്ലാ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടറും CPI ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗവുമായ സോളമനെ അറസ്റ്റ് ചെയ്തു. DCC ജനറൽ സെക്രട്ടറി മനോജ് ശേഖർ ഉൾപ്പെടെ 5 കോൺഗ്രസ് പ്രവർത്തകരും അറസ്റ്റിലായി. ഇതോടെ സംഘർഷത്തിൽ ആകെ 17 പേരാണ് അറസ്റ്റിലായത്. കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇരു പാർട്ടികളുമായി ഉണ്ടായ സംഘർഷത്തിൽ 4 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. KSRTC ശമ്പള പ്രതിസന്ധിയിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മറുപടിയുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു. ജോലി ചെയ്താൽ കൂലി കൊടുക്കണമെന്നത് കാനത്തിന്റെ മാത്രമല്ല തന്റെയും അഭിപ്രായമാണെന്ന് മന്ത്രി പറഞ്ഞു. ജോലി ചെയ്യാത്തപ്പോഴും ജീവനക്കാർക്ക് ശമ്പളം നൽകിയിട്ടുണ്ട്. ജനങ്ങളോട് യുദ്ധം ചെയ്ത് മാനേജ്മെന്റിനെ മുൾമുനയിൽ നിർത്തിയുള്ള സമരം പാടില്ലെന്നും പ്രതിപക്ഷ യൂണിയനുകളുടെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും ആന്റണി രാജു കുറ്റപ്പെടുത്തി. ചിലർ ആരോപിച്ചു ജോലി ചെയ്താൽ കൂലി കിട്ടണം. ജോലി ചെയ്യാതെ പോലും ഈ നമ്മുടെ കോവിഡ് മഹാമാരി കാലത്ത് 2 വർഷക്കാലം എത്രയോ പ്രതിസന്ധി ഉണ്ടായത്. എത്ര ദിവസം ലോക്ക്ഡൗൺ ആയി കിടന്നു, എത്രയോ കാലം വണ്ടി ഓടാതെ കിടന്നു, എത്രയോ കാലം വണ്ടി ഓടാതിരുന്നത് കാരണം ജോലി ചെയ്യാതിരുന്നു, ശമ്പളം കൊടുക്കാതിരുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധിയെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടാകേണ്ടത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അസാനി ചുഴലിക്കാറ്റായി. വൈകിട്ടോടെ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കും. ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റ് നേരിട്ട് കേരളത്തെ ബാധിക്കില്ലെങ്കിലും ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചെറിയ ഇടവേളയിലേക്ക്. തിരുവനന്തപുരം മുട്ടത്തറയിൽ ബൈക്ക് ഷോറൂമിൽ തീപിടുത്തം. 32 ബൈക്കുകൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ 3 മണിയോടെയായിരുന്നു തീപിടുത്തം. അടുത്ത ആഴ്ച ഉദ്ഘാടനം നടക്കാനിരുന്ന മുട്ടത്തറ റോയൽ ബ്രദേഴ്സ് ബൈക്ക് റെന്റൽ എന്ന സ്ഥാപനത്തിലായിരുന്നു തീപിടുത്തം. 32 ബൈക്കുകളും ഓഫീസ് ഉപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു. ഏതോ സംഭവിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ മൊത്തം വണ്ടി കത്തിപ്പോയി. അവർ ഫയർ വന്ന് നല്ല ചെറുപ്പക്കാര പയ്യന്മാരാണ് വന്ന് ക്ലിയറായിട്ട് അവർ കാര്യങ്ങളെല്ലാം മുറ പോലെ ചെയ്തിട്ടുണ്ട്. 3 നിലകളുള്ള കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് ബൈക്ക് ഷോറൂം. 1 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടം കണക്കാക്കുന്നു. അപകട സമയത്ത് ജീവനക്കാരും കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. കെട്ടിടത്തിൽ സുരക്ഷാ ജീവനക്കാരുമില്ല. CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ചെങ്കൽച്ചൂള, ചാക്ക എന്നിവിടങ്ങളിൽ നിന്ന് 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ 1.5 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.
ആലപ്പുഴ എഴുപുന്നയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് കത്തി നശിച്ച നിലയിൽ പുലർച്ചെ 3 മണിക്ക് പൊട്ടിത്തെറി കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. സ്ഥലത്തെത്തിയ പോലീസ് വീട്ടുമുറ്റത്ത് മണ്ണെണ്ണ കുപ്പി കണ്ടെത്തി. എഴുപുന്ന 13-ാം വാർഡിൽ സുദർശന്റേതാണ് ബുള്ളറ്റ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. CPM കള്ളവോട്ടിന് ശ്രമിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് പാലക്കാട് അകത്തേത്തറ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചു. ബാങ്ക് മെമ്പർഷിപ്പ് ഇല്ലാത്തവരെ വോട്ടിനായി എത്തിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസും BJPയും രംഗത്ത് വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ നിർത്തിവെച്ചത്. എന്നാൽ അഴിമതി ആരോപണം നേരിടുന്ന UDF ഭരണസമിതി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് നടപടികൾ നിർത്തിവെച്ചതെന്നാണ് CPM പ്രതികരണം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോ ജോസഫിനൊപ്പം ഞങ്ങളുടെ പ്രതി ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, പ്രചരണ തിരക്കിലാവും ജോ ജോസഫ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഡാനി, ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം ഉള്ളത്? കേൾക്കാമോ? ഫോണിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് തോന്നുന്നു. എന്തായാലും ജോ ജോസഫിൻ്റെ പ്രചരണത്തിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ കൂടിയുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ടെലിഫോൺ ബന്ധം പുനഃസ്ഥാപിക്കാനും വാർത്തയിലേക്ക് മടങ്ങി വരാം. തൃക്കാക്കര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അതിൻ്റെ ഒരു വലിയ ചൂടിലേക്ക്, ആവേശത്തിലേക്ക് തന്നെ മാറുകയാണ്. നമ്മൾക്കൊപ്പം ഇടത് മുന്നണി സ്ഥാനാർത്ഥിയായ ഡോക്ടർ ജോ ജോസഫ് കൂടി ചേരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം തൃശ്ശൂരിൽ ക്രിക്കറ്റ് മത്സരത്തിലായിരുന്നു. 100ലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷ, സിക്സർ അടിച്ചുകൊണ്ട് 100 എത്തിക്കുമെന്നാണ്. എത്രത്തോളം ഒരു ആത്മവിശ്വാസം ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്? പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. നമുക്ക് ഇന്ന് ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഒരു സ്റ്റെം സെൽ തെറാപ്പി, സ്റ്റെം ഡൊണേഷന്റെ ക്യാമ്പാണ്. അത് വൈകാരികമായിട്ട് മാത്രമേ സ്റ്റെം ഡൊണേഷൻ എനിക്ക് സമീപിക്കാൻ പറ്റുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എയിംസിൽ പഠിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അല്പസമയത്തുള്ളിൽ തന്നെ ഈ വാർത്തയിലേക്ക് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേളയിലേക്ക്. മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ചെടുത്ത കടലിലെറിഞ്ഞ ഒരു ജനസമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ. രാജ്യാന്തര അതിർത്തികളിലും യുദ്ധഭൂമികളിലുമൊക്കെ ഉണ്ടാകാറുള്ള പോലെ ഒരു നോമാൻസ് ലാൻഡ്. കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു കാലത്ത് മനുഷ്യനെ നിയമം വേർതിരിച്ച സ്ഥലമാണ് ഇന്ന് സമാധാനത്തിന്റെ പച്ചത്തുരുത്തായി മാറിയിരിക്കുന്നത്. മതം, ജാതി, രാഷ്ട്രീയം ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വേർതിരിച്ചു നിർത്തിയ മതിലുകൾ പലത് തകർന്നു വീണ ചരിത്രമുണ്ട് ലോകത്ത്. കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇങ്ങ് വിഴിഞ്ഞത്ത് അങ്ങനെ ജനങ്ങളെ വേർതിരിച്ചു നിർത്തിയിരുന്ന അദൃശ്യമായ ഒരു മതിലുണ്ടായിരുന്നു. നോ മാൻസ് ലാൻഡ്, മനുഷ്യന് പ്രവേശനമില്ലാതിരുന്ന ഇടം. കാലങ്ങളോളം നിലനിന്ന ശേഷം ഇല്ലാതായ നോ മാൻസ് ലാൻഡ് എന്ന ഭൂപ്രദേശം ഇന്ന് സമൂഹത്തിന് നൽകുന്നത് പ്രതീക്ഷയുടെ കിരണമാണ്. ഇന്നിവിടെ മനുഷ്യർ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. ക്രിസ്മസും റംസാനും ഒരുമിച്ച് ആഘോഷിക്കുന്നുണ്ട്. ചരിത്രം ചികഞ്ഞാൽ ഇവിടം നോമാൻസ് ലാൻഡാണ്. പരസ്പരം ആർക്കും പ്രവേശിക്കാനോ ഈ ഏരിയയിൽ ആരും അവകാശം പറയാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെ അന്നത്തെ അധികാര ഉദ്യോഗസ്ഥർ ഇവിടെ ക്രമപ്പെടുത്തി. അത് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒരു ഫിഷിങ്ങിൻ്റെ ലെവലിൽ കൂടുതൽ കൈകാര്യം ചെയ്യാനോ ഇവർക്ക് അങ്ങോട്ട് വരാനോ ഉള്ള പറ്റാത്തൊരവസ്ഥ ഈ ഏരിയയെ ആക്കി വെച്ചു. അങ്ങനെയാണ് അന്ന് മനുഷ്യൻ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നോമാൻസ് ലാൻഡ് എന്നുള്ള ഇത് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് അറിയപ്പെട്ടു. കലാപങ്ങൾ പലതവണ നടന്ന ഇടം. വികസന പദ്ധതി പ്രഖ്യാപിച്ച് ഭരണകൂടം തന്ത്രപരമായി ഒഴിപ്പിച്ച ഒരു കാലത്തെ അസമാധാനത്തിൻ്റെ ഭൂമി. എല്ലാ വർഷവും രണ്ട് ഭാഗത്തും ഉണ്ടാകുന്ന ആഘോഷങ്ങളിൽ പരസ്പരം പങ്കെടുക്കുകയും സ്നേഹവിരുന്നിലും പങ്കെടുത്തുകൊണ്ട് പരസ്പരം നല്ല സൗഹാർദ്ദപരമായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മത്സ്യങ്ങൾ ഇവിടെ കൊണ്ട് വിൽക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും ആർക്കും യാതൊരു വിധമായ ഒരു പ്രശ്നമില്ല. നിലവിലുള്ള ഏരിയയിൽ ആർക്ക് വേണമെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് വന്ന് യാനങ്ങൾ വയ്ക്കാനോ അവർ പണിക്ക് പോകാനോ അല്ലെങ്കിൽ ഓട്ടോ കയറ്റി കൊണ്ടുപോകാനോ എല്ലാവിധ സൗകര്യങ്ങളും പരസ്പരം നല്ല സഹകരണത്തോടെ ഇപ്പം ഈ ഒരു സഹവർത്തിയോടും പോകുന്നു. കാലം തിരയെടുത്തു പോയപ്പോൾ സമാധാനത്തിൻ്റെ കടലാഴം
വിദ്വേഷ ചിന്തകളെ കാണാമറയത്തേക്ക് താഴ്ത്തി. അവിടെ നിന്ന് ഇവിടെ നിന്നും റയറായിട്ടുള്ള ഒരു 4-5 ഫാമിലി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിച്ചിട്ടുണ്ട്. അവരാരെയും നമ്മൾ നിർബന്ധിക്കാറില്ല. ആർക്കാണോ എന്തിലാണ് വിശ്വാസം പോകേണ്ടത് അതവർ വയ്ക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രശ്നങ്ങളില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. ആളുകയറാൻ പാടില്ലാത്ത സാഗരത്തെ നോക്കി നിശബ്ദമായി ഒറ്റപ്പെട്ടു നിന്ന നോമാൻസ് ലാൻഡ് ക്രമേണ സൗഹൃദത്തിൻ്റെ പച്ചത്തുരുത്തായത് കറയില്ലാത്ത ഹൃദയങ്ങൾ ഒന്നു ചേർന്നതുകൊണ്ട് മാത്രം. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ചെറിയ ഇടവേളയിലേക്ക് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. പൂരാവേശത്തിൽ തൃശൂർ. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കും. വൈകുന്നേരം 7 മണിക്ക് പാറമേക്കാവ് വിഭാഗമാണ് ആദ്യം വെടിക്കെട്ടിന് തിരികൊളുത്തുക. സ്വരാജ് റൗണ്ടിൽ നിന്ന് തൃശൂർ പൂരം വെടിക്കെട്ട് കാണാൻ അനുമതിയില്ല. ഇളവ് അനുവദിക്കാൻ ആകില്ലെന്നും സുപ്രീംകോടതി നിർദ്ദേശം അനുസരിക്കണമെന്നും എക്സ്പ്ലോസീവ് കേരള മേധാവി PK റാണ പറഞ്ഞു. There is no relaxation to be given. As per Supreme Court's order, all the distances, safety distances of 100 meters from spectator to the fireworks display site and 250 meters from schools and hospitals has to be maintained. It is in the interest of public safety. We do not want that anything should happen because of violation of these safety distances. So this has to be strictly followed. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.